വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, ബോബി എന്ന് വിളിക്കുന്ന മാമൻ സി ജേക്കബ്, ഡോക്ടർ മാമൻ സി ജേക്കബ്. അദ്ദേഹം ഡോക്ടറായിട്ട് ആശുപത്രി പരിശോധിക്കാൻ പോവല്ല, അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ്. കൗൺസിലർ മാത്രമല്ല, മലയാളികളുടെ അഭിമാനമാണ്. ഇന്ന് അമേരിക്കയിലെ മലയാളി സമൂഹത്തിൽ ഈ നമ്മുടെ അമേരിക്കൻ അച്ചായനെ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുള്ള നമ്മുടെ അമേരിക്കൻ അച്ചായനെ അറിയാത്തവരില്ല. ഒന്നും രണ്ടുമല്ല, 52 വർഷത്തെ പ്രവാസ ജീവിതമാണ് അമേരിക്കയിൽ. ഈ കൊച്ചു സംസ്ഥാനത്ത് ഫ്ലോറിഡ മയാമിയിൽ. ആദ്യം വരുന്നത് പെൻസിൽവേനിയ പിറ്റ്സ്ബർഗിലാണ് 1 വർഷം. അത് കഴിഞ്ഞതിന് ശേഷം ന്യൂയോർക്കിൽ 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരെ ഫ്ലോറിഡയ്ക്ക് മൂവ് ചെയ്തത്. അപ്പം ഫ്ലോറിഡ ഇവിടെ മയാമിയിൽ വന്നിട്ട് ഏതാണ്ട് 47 വർഷം. ഒന്നും രണ്ടുമല്ല, 47 വർഷം. ആ 47 വർഷത്തെ മയാമിയുടെ വികസനത്തിൽ പങ്കാളിയാണ് നമ്മുടെ അച്ചായൻ, നമ്മുടെ ബോബി ചായൻ. ചായന് എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ 23-ാമത്തെ വയസ്സിൽ. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണോ അതോ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നതാണോ? ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടി. ബാച്ചിലേഴ്സ് ഇവിടെയാണ് ചെയ്തത്. പെൻസിൽവേനിയയിലും ന്യൂജേഴ്സിയിലുമായി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലോറിഡയിലോട്ട് 77 മൂവ് ചെയ്തു. വിദ്യാഭ്യാസം തുടർന്നു. നോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തു, MPA. അത് കഴിഞ്ഞതിന് ശേഷം കൗൺസിലിങ്ങിൽ ഡോക്ടറേറ്റ് എടുത്ത് സഭയോടുള്ള ബന്ധത്തിൽ മണിപ്പാൽ മാംഗ്ലൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻറ്റ് കൗൺസിലർ ആൻഡ് ചാപ്ലിനായിട്ട് 1.5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരികെ വന്ന് കുടുംബത്തോടുകൂടി ഇവിടെയുള്ള സഭാപ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അച്ചായൻ ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ. അച്ചായൻ ഇവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഫൊക്കാനയുടെ സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ആളല്ല. പല ജനറൽ സെക്രട്ടറിമാർ ഫൊക്കാനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫൊക്കാനയുടെ ചരിത്രത്തിൽ, അവിഭക്ത ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൺവെൻഷൻ നടത്തി, ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ ആ ഒരു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കൺവെൻഷൻ തന്നെ എവിടെയായിരുന്നു? ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കൺവെൻഷൻ നടന്നത്. 8000 പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സംഘടന. 8000 പേര്, 8000 രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻസ്. 8000 പേരെ പങ്കെടുപ്പിച്ച്. നമ്മുടെ നാട്ടിൽ 8000 പേരെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിന് 8000 പേരെന്നൊക്കെ പറഞ്ഞാൽ ഒരു പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഒരു സൈഡ്, അങ്ങനെ അത്രയും വേണം 8000 പേരെയൊക്കെ നമ്മൾ കാണണമെങ്കിൽ. ഇവിടെ 8000 പേരെ സംഘടിപ്പിച്ച് കൺവെൻഷൻ നടത്തിയ ആ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കും അന്ന് ഓടി നടന്നതെല്ലാം, അല്ലേ? ജനറൽ സെക്രട്ടറി. അതുപോലെ അച്ഛൻ്റെ ഒരു എത്ര വർഷമായി കാണുന്നത്? 96-98 കാലഘട്ടത്തിലായിരുന്നു. 98-ലായിരുന്നു കൺവെൻഷൻ. അപ്പോൾ അച്ഛൻ്റെ ചെറുപ്പകാലത്താണ് ഓടി നടക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ള സമയത്ത്. അതിനെ നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഫൊക്കാനയുടെ കൺവെൻഷൻ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനൊന്ന് 8000 പോയിട്ട് ഒരു 1500 പേരേ ഉള്ളൂ. 1500 പേർക്കകത്തെ പങ്കെടുത്തുള്ളൂ. പക്ഷേ 8000 എവിടെ കിടക്കുന്നു, 1500 എവിടെ കിടക്കുന്നു? അത് മാത്രമല്ല, ആ 8000 പേരെ, ഏകദേശം 8000 പേരെ പങ്കെടുപ്പിച്ച ബോബി ചായൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മന്ത്രിമാർ, സിനിമാക്കാർ, MLA മാർ, പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം പങ്കെടുത്ത ഒരു വലിയൊരു നേതൃനിര പങ്കെടുത്ത വലിയൊരു സദസ്സായിരുന്നു, അല്ലേ? അതെ. അന്നത്തെ മീറ്റിങ്ങിൽ ഉദ്ഘാടനം നടത്തിയത് സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസ്. അപ്പം സുപ്രീം കോടതി ജസ്റ്റിസ്, മുഖ്യ അതിഥിയായി സാംസ്കാരിക മന്ത്രി ടി കെ രാമകൃഷ്ണൻ. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാറ്, പിന്നെ MLA മാർ, സുരേഷ് ഗോപി, സിനിമ. ഇത്രയും വലിയ പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സായിരുന്നു ആ കൺവെൻഷന്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതിന് ശേഷമൊന്നും അത്രയും വലിയൊരു കൺവെൻഷൻ നടന്നത്. എനിക്കൊന്ന് ജോർജ് വർഗീസ് അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ ഒർലാൻഡോയിൽ നല്ലൊരു കൺവെൻഷൻ കൺവെൻഷനായിരുന്നു.
ഇതിനോട് സമാനമായ ഒരു നല്ല ഒരു കൺവെൻഷന് ഫൊക്കാനയുടെ ഓജസ്സും തേജസ്സും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് ഒർലാൻഡോയിൽ നടത്താൻ സാധ്യമായത്. അതിൻ്റെയും ഭാഗവാക്കാകാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഭാഗവാക്കെന്നല്ല, ഫൊക്കാനയുടെ എല്ലാ പരിപാടികളും ഫൊക്കാനയിൽ ബോബിച്ചാനെ അറിയാത്ത ആരുമില്ല. ഞാൻ ഈ കഴിഞ്ഞ കൺവെൻഷൻ ഞാൻ പങ്കെടുത്തതാണ്. ഞാനവിടെ കണ്ടൊരു കാര്യം, വരുന്ന എല്ലാവർക്കും ബോബിച്ചാനുമായിട്ട് വളരെ അടുപ്പവും സൗഹൃദം. ആ സൗഹൃദം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് കണ്ടോ, ഇപ്പോൾ എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ്. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 10 എപ്പിസോഡിനുള്ള വക അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. കാരണം എനിക്ക് തോന്നുന്നു അറിവിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും അറിവുള്ളൊരു പ്രവാസി മലയാളി. അതിന് ഒരുപാട് അനുഭവ സമയത്ത് 52 വർഷത്തെ പ്രവാസ ജീവിതം. ഇവിടെ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ 52 വർഷമൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അത് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഉള്ളത്. ആദ്യകാലങ്ങളിൽ വന്ന് ഇവിടെ ആ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് ഇവിടെ പഠിക്കാൻ വന്ന് ജോലിയായി ഇവിടെ ഇപ്പോൾ നമ്മൾ ഫൊക്കാനയുടെ കാര്യം മാത്രമേ നമ്മൾ അച്ഛനെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ, നമ്മൾ പരിചയപ്പെടുത്തിയുള്ളൂ. ഇനിയുണ്ട് ആദ്യകാലത്തെ മർത്തോമാ സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ്. ഇവിടുത്തെ സ്ഥാപകരിൽ എങ്ങനെയായിരുന്നു അത്? ന്യൂയോർക്കിലെ ആദ്യമായിട്ട് 72-73 കാലഘട്ടത്തിൽ ഏതാണ്ട് 12 ഫാമിലിയുമായി ഞങ്ങൾ മാർത്തോമ CSI കോൺഗ്രിഗേഷൻ തുടങ്ങി. അതിനെ തുടർന്ന് മാർത്തോമ ഗ്രേറ്റർ ന്യൂയോർക്ക് കോൺഗ്രിഗേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തു 77-ൽ. ഇവിടെ വന്നപ്പോഴും ഒരു മാർത്തോമ കോൺഗ്രിഗേഷൻ ഉണ്ടാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ ഇവിടെ ഞങ്ങൾക്കിപ്പോഴേ ഒരുപാട് മാർത്തോമ ചർച്ചസ് ഉണ്ട്. അതിൻ്റെയൊക്കെ തുടക്കം കുറിക്കാൻ അതിൻ്റെ ഒരു എനിക്കൊന്ന് 7 ഫാമിലി തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരു 3000 ഫാമിലിയോളം എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാ ക്രൈസ്തവ സഭകളെല്ലാം കൂടെ 7 ഫാമിലിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 3000-ഓളം ഫാമിലി മലയാളി അല്ലേ? അതെ, മലയാളി ഫാമിലികൾ 3000-ഓളം. ഇവിടുത്തെ മിയാമിയിലെ എല്ലാ ചർച്ചകളിലും കൂടെയാണ് 3000-ഓളം കുടുംബങ്ങൾ. അതെ, 3000-ഓളം കുടുംബങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 72-ൽ ഇവിടെ വന്ന് 7 ഫാമിലിയിൽ ഒരു ഫാമിലിയായി ഇവിടെ മർത്തോമാ സഭ സ്ഥാപിക്കാനുള്ള, മർത്തോമാ സഭയ്ക്ക് ഇവിടെ അടിത്തറയിടാനുള്ള, വേരോട്ടം ഉണ്ടാക്കാനുള്ള ആ ശ്രമകരമായ ഒരു ജോലിയാണ് ഏറ്റെടുത്തത്. ഇപ്പം പള്ളിയുടെ സെക്രട്ടറിയോ ഇപ്പം ഈ വർഷത്തെ ട്രസ്റ്റിയാണ്. അപ്പം വേണ്ടി വന്നാൽ നമുക്കൊരു മീറ്റിംഗ് ഇവിടെ കൂടാം അല്ലേ? അപ്പോൾ ഞാൻ രാവിലെ അദ്ദേഹത്തിൻ്റെ വികാരിയൊക്കെ കണ്ടു. വളരെ നല്ലൊരു വികാരിയും നല്ലൊരു കമ്മിറ്റിയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മൾ മുമ്പേ പറഞ്ഞ ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് ജോർജി വർഗീസാണ് വൈസ് പ്രസിഡന്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ 3 കൂടിയ കമ്മിറ്റിയാവും. അപ്പോൾ അങ്ങനെ മർത്തോമ സഭയായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. പിന്നീട് അച്ചായൻ വലിയൊരു റിയൽ എസ്റ്റേറ്ററാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, ഇപ്പം ഒരു സിനിമയുണ്ടായിരുന്നു ദിലീപിൻ്റെ മീശമാധവൻ മീശ പിരിച്ചാൽ അത് നടക്കും എന്ന് പറഞ്ഞതുപോലെ അച്ചായൻ കണ്ണു വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി അച്ചായൻ കണ്ണു വെച്ചാൽ അത് അച്ചായനത് നടത്തിയിരിക്കും. അതാണ് അച്ചായൻ ഒരുപാട് പ്രോപ്പർട്ടികൾ വാങ്ങിക്കുകയും കൊടുക്കുകയും അത് വാടകയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ചെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ വലിയ വലിയ ആളുകളൊക്കെ കുറച്ചെന്നൊക്കെ പറയത്തുള്ളൂ. ഏതായാലും നല്ലൊരു റിയൽ എസ്റ്റേറ്ററാണ്. നമ്മുടെ നാട്ടിലെ കണക്കല്ല, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിച്ച ലൈസൻസ്ഡ് ആളുകളാണ്. അപ്പം നല്ലൊരു ബിസിനസ് രംഗത്തും അച്ചായൻ്റെ ആ ഒരു കഴിവും ആ ഒരു പ്രാപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ എൻ്റെ ബ്രദറും ഫാമിലിയും താമസിക്കുന്നുണ്ട്. അച്ഛൻ നാട് എവിടെയാണ്? നാട് മേൽപ്പാടം. മാന്നാറിൽ നിന്ന് 3 മൈൽ പടിഞ്ഞാറ്, വിയ്യപുരത്തിനും മാന്നാറിനും ഇടയ്ക്കാണ് മേൽപ്പാടം. അത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അവിടെ ഈ വള്ളത്തേലൊക്കെ ആണല്ലോ പോകുന്നത്. അവിടെ പാലമൊന്നും ഇല്ലാതിരുന്ന സ്ഥലം. പാലമുണ്ട്. പാലം ഇല്ലാതിരുന്ന കാലത്തും വള്ളത്തിൽ അക്കരെ ഇക്കരെ ഇറങ്ങണമായിരുന്നു. ഇപ്പം ഈ വീട് നിൽക്കുന്ന ചുറ്റും വെള്ളം, അതിന് വെള്ളത്തിൻ്റെ ഇറമ്പിലാണ്. അപ്പോൾ അച്ചായൻ വെള്ളത്തിലാണോ? അല്ലെ, എന്ന് വെച്ചാൽ അകത്ത് വെള്ളമല്ല, വീടിന് ചുറ്റും വീട് ഒരു ദ്വീപ് പോലെ. അമേരിക്കയിലാണെങ്കിൽ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയാണ്. അതുപോലെയാണ് നാട്ടിൽ. അതെ. അപ്പം ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെങ്ങും വീട്ടിലെങ്ങും കാണത്തില്ല. സുഹൃത്തുക്കളെയും സമകാലികരെയൊക്കെ തിരക്കി രാപകൽ ഓട്ടോ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മുടെ വളരെ കമ്പനിയും
പുതുക്കുന്ന ഒരു സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പോയി. സുഹൃത്തുക്കളെ നല്ലൊരു സുഹൃത്തുക്കളെയുണ്ട്. അവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. ഇടയ്ക്കൊക്കെ പോകാറുണ്ടോ? ഞങ്ങൾ ഈ കോവിഡിന് മുൻപ് എല്ലാ വർഷവും പോകുമായിരുന്നു. കോവിഡ് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ വർഷം പോയി. വളരെ സന്തോഷമായിരുന്നു. ഇപ്പം നാട്ടിൽ സഹോദര ഫാമിലിയുണ്ട്. ഇപ്പം കൂടുതലും നാട്ടിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണത്. ഈ ആദ്യം മക്കളും അവരൊക്കെ കഴിഞ്ഞ് വിദേശത്തേക്ക് പഠിക്കാനും ജോലി സംബന്ധമായിട്ടൊക്കെ വന്ന് അവിടെ കുടിയേറി മാതാപിതാക്കൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. പലയിടത്തും വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അവരുടെ കാലം കഴിയുമ്പോൾ അതൊക്കെ വിറ്റുപറക്കി അവർ ഉള്ളതും കൊണ്ട് അവർ ആയിരിക്കുന്ന രാജ്യത്തേക്ക്, ആ സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. പലയിടത്തും പല വീടുകളൊക്കെ നമ്മുടെ നാട്ടിലെ കോട്ടയം ഭാഗത്തെ, തിരുവല്ല ഭാഗത്തൊക്കെ ഒത്തിരി വീടുകൾ കൊടുക്കാനായിട്ട്, പക്ഷെ വാങ്ങിക്കാനും ആളുകൾ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഗൾഫിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗൾഫിലായിരുന്നപ്പോൾ ആളുകൾ ഇടയ്ക്കൊക്കെ വരികയും അവർ സ്വന്തമായിട്ട് അവരൊരു വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വയ്ക്കുകയും അതോടൊപ്പം അവർ കിട്ടുന്ന പൈസകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ചിലപ്പം പ്രോപ്പർട്ടികളിലൊക്കെ പല വസ്തുക്കളൊക്കെ വാങ്ങിച്ചായിരിക്കും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ എല്ലാം ഉള്ളത് വിറ്റ്, അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരുടെ ഇടയിൽ വിറ്റിട്ട് ദൂരദേശങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും അച്ചായൻ്റെ വീട് അച്ചായൻ സംരക്ഷിച്ചു പോരും. അച്ചായൻ വിറ്റിട്ടില്ല. വിൽക്കാൻ താല്പര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും അച്ചായൻ വീട് അവിടെ സൂക്ഷിക്കുകയാണ്. വല്ലപ്പോഴും